കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കെ രാഘവനെതിരെ പ്രതിഷേധിച്ച നേതാക്കളാണ് കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ ഡി സതീശിനെ കാണുന്നത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന കൂടിക്കാഴ്ചയാണിത്? എത്ര സമയം വരെ കൂടിക്കാഴ്ച നീളും? തീർച്ചയായും മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് CPIM പ്രവർത്തകർക്കും ഒപ്പം തന്നെ കെ രാഘവന്റെ ബന്ധുവിനും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ നിയമനം നൽകി എന്നാരോപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കെ രാഘവനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇങ്ങനെ പരസ്യമായി പ്രതിഷേധിക്കുകയും ഈ നിയമനവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുന്ന ദിവസം മാടായി കോളേജിലെത്തിയ കെ രാഘവനെ വഴിയിൽ തടയുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് കാപ്പാടൻ ശശിധരൻ, വരുൺ കൃഷ്ണൻ, KV സതീഷ് കുമാർ, KP ശശി എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായി കണ്ണൂർ DCC അറിയിച്ചത്. എന്നാൽ ഈ 4 നേതാക്കളെ പുറത്താക്കിയതിന് പിന്നാലെ കൂടുതൽ ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും ആ മേഖലയിൽ ഉണ്ടായിരുന്നു. മാടായി, പയ്യന്നൂർ, പഴയങ്ങാടി തുടങ്ങിയ മേഖലകളിൽ നിന്നെല്ലാം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവുമായി ഇപ്പോൾ ഈ 4 നടപടി നേരിട്ട 4 പ്രാദേശിക നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത്. സ്വാഭാവികമായും ഇവർ പറയുന്നത് കെ രാഘവൻ ഇതിൽ നിന്ന് പിൻവാങ്ങണം, അല്ലെങ്കിൽ ഇത്തരമൊരു നടപടി സ്വീകരിച്ച് കെ രാഘവനെതിരെ നടപടി ഉണ്ടാവണം പാർട്ടി തലത്തിൽ എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു സമുദായത്തിനും തങ്ങൾ തയ്യാറല്ല എന്നൊരു നിലപാടാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ കെ രാഘവന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഇവർ പോയത്. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മുന്നിൽ ഇവരെന്താണ് ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന നിർദ്ദേശങ്ങൾ എന്നത് ഏതായാലും നിർണായകമാണ്. ഇപ്പോഴും കൂടിക്കാഴ്ച കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ തുടരുകയാണ്. ശരി.